ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിൽ നമ്മൾക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനം. ഒരു കുടുംബത്തിൻ്റെ അടിത്തറ എന്തായിരിക്കണമെന്നും ദൈവവിശ്വാസി ഏത് രീതിയിലായിരിക്കണം ജീവിക്കേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. നീ ശരിയായ വിശ്വാസ സംഹിത അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരും ഗൗരവബുദ്ധികളും വിവേകികളും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനത്തിലും ദൃഢതയുള്ളവരും ആയിരിക്കുവാൻ നീ ഉപദേശിക്കുക. പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും മദ്യപാനത്തിന് അടിമകളാകാതിരിക്കുകയും ചെയ്യാൻ അവരെ ഉപദേശിക്കുക. അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ. ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താൽപ്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വം ഉള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. അങ്ങനെ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് കഴിയും. ഇപ്രകാരം തന്നെ ആത്മനിയന്ത്രണം പാലിക്കാൻ യുവാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുക. പ്രായമായ പുരുഷനും സ്ത്രീയും എങ്ങനെയായിരിക്കണം കുടുംബജീവിതത്തിൽ നിലനിൽക്കേണ്ടത് എന്നും മക്കളെയും എങ്ങനെ പരിശീലിപ്പിക്കണം, യുവതികളെയും യുവാക്കന്മാരെയും എന്ത് നിർദ്ദേശങ്ങൾ കൊടുത്താണ് ജീവിതത്തിലേക്ക് അവരെ ഒരുക്കേണ്ടത് എന്ന് പൗലോസ്ലീഹ തീത്തോസിനോട് പറയുന്നു. ഈ ദൈവവചനം നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിൽ ഇതിനെതിരായി പലതും സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബം നശിച്ചു പോകാതിരിക്കാൻ വളരെ വ്യക്തതയോടെ നമ്മൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിച്ചത്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്ന് ഒഴിവാക്കുവാൻ അവർക്ക് കഴിയും. ഈ പറഞ്ഞതിന് വിപരീതമായി എവിടെ സംഭവിച്ചാലും അവിടെ ആ കുടുംബത്തിൽ ദൈവവചനത്തിന് അപകീർത്തി സംഭവിക്കുക. അതുണ്ടാകാതിരിക്കാൻ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾക്ക് ഏറ്റവും ആത്മാർത്ഥതയോടെ പരിശ്രമിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും ഇന്നും എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ദൈവവചനത്തിന് അപകീർത്തി ഉണ്ടാകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ സംഭവിക്കാതിരിക്കട്ടെ. ഈശോ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങൾക്കെപ്പോഴും താങ്ങും തണലുമായി നിൽക്കട്ടെ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.